ഹായ്, ഡ്യൂട്ടി കഴിഞ്ഞോ? ഡ്യൂട്ടി കുറച്ച് കഴിയുമ്പോൾ കഴിയും. എടി ഈ നമ്പറേ ഒരു ലിങ്ക് വന്നിരിക്കുന്നു. സംഗതി മറ്റേതാണെന്ന് തോന്നുന്നേ. ഫോൺ വീഡിയോയുടെ ലിങ്ക്. ആരാ? നമുക്ക് പരിചയമുള്ള ആളല്ല? ആളെ എനിക്ക് പരിചയമില്ല. എന്തായാലും നീ ഓപ്പൺ ചെയ്ത് നോക്കണ്ട. എന്നാലും ഇമാതിരി ലിങ്ക് അയക്കുന്നവരൊക്കെ പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. പിടിക്കാൻ വഴിയിലൊക്കെ ഉണ്ട്. കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമോ? ആ, പറ്റുമല്ലോ. അതെങ്ങനാ? അറിയില്ലല്ലേ? പറഞ്ഞു തരാം. വീഡിയോ കാണുന്നത് നിയമപരമായി കുറ്റകരമാണോ എന്നത് പലർക്കും അറിയാത്ത കാര്യമാണ്. സ്വകാര്യ സമയങ്ങളിൽ വ്യക്തികൾ പോൺ വീഡിയോ കാണുന്നത് തെറ്റല്ലെന്നാണ് നിയമം പറയുന്നത്. കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ നടത്തിയ ഒരു നിരീക്ഷണം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. പൊതുസ്ഥലത്ത് നിന്ന് പോൺ വീഡിയോ കണ്ട യുവാവിനെതിരെ ആലുവ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് സ്വകാര്യ സമയങ്ങളിൽ വ്യക്തികൾ അശ്ലീല വീഡിയോ കാണുന്നത് നിയമപരമായി തെറ്റല്ലെന്നാണ്. അതായത് ഒരാൾ അയാളുടെ ഫോണിൽ സ്വകാര്യമായി വീഡിയോകൾ കാണുന്നത് കുറ്റകരമല്ലെന്ന് സാരം. എന്നാൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉൾപ്പെട്ട പോൺ വീഡിയോ കാണുന്നത് നിയമപരമായി കുറ്റകരമാണ്. പോൺ വീഡിയോ കുറ്റകരമാകുന്ന സന്ദർഭങ്ങളും ചുമത്തിയേക്കാവുന്ന ശിക്ഷയും എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. IT ആക്ട് 2000 സെക്ഷൻ 67 പ്രകാരം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വഴി അശ്ലീലമായ വസ്തുക്കൾ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. IPC സെക്ഷൻ 292 പ്രകാരം ഇത്തരം ഉള്ളടക്കങ്ങളുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, എഴുത്തുകൾ, പെയിന്റിങ്ങുകൾ, വീഡിയോ എന്നിവയുടെ വിൽപ്പന, വിതരണം, പ്രദർശനം എന്നിവ കുറ്റകരമാണ്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയോ സന്ദേശമായി അയക്കുകയോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് മാർഗങ്ങൾ വഴി വീഡിയോകൾ പങ്കിടുന്നതോ കുറ്റകരമാണെന്നാണ് നിയമം പറയുന്നത്. 2015 കേന്ദ്ര സർക്കാർ നിരവധി പോൺ സൈറ്റുകൾ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്തിരുന്നുവെങ്കിലും പലതിന്റെയും നിരോധനം പിന്നീട് നീക്കുകയുണ്ടായി. എന്നാൽ ചൈൽഡ് പോൺ ചിത്രീകരിക്കുന്ന സൈറ്റുകൾ ഇപ്പോഴും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പോൺ വീഡിയോകൾ കാണുകയോ ഷെയർ ചെയ്യുകയോ ചെയ്താൽ അത് കുറ്റകരമാണ്. IT ആക്ട് പ്രകാരം കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ കാണുന്നതും ശേഖരിക്കുന്നതും വിതരണം ചെയ്യുന്നതും 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഇത്തരം വീഡിയോകൾ ഇൻബോക്സിൽ ലഭിച്ചാൽ അവ ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ ഓൺലൈനിൽ തിരഞ്ഞവരെ പിടികൂടാൻ ഓപ്പറേഷൻ പി ഹണ്ടുമായി കേരള പോലീസും സജ്ജമാണ്. ചില ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിൽ വലിയ ഫയൽസുകൾ വരാറില്ലേ, അവ ഡൗൺലോഡ് ചെയ്തെന്നിരിക്കട്ടെ. അതിൽ ചിലപ്പോൾ ചൈൽഡ് പോർണോഗ്രഫി ഉൾപ്പെടെ ഉണ്ടായേക്കാം. കുട്ടികളുടെ ന്യൂഡിറ്റി കാണിക്കുന്ന തരത്തിലുള്ള എന്ത് വന്നാലും ആ ഗ്രൂപ്പ് നിരീക്ഷണത്തിലായേക്കാം. അങ്ങനെയെങ്കിൽ ആ ഗ്രൂപ്പിലെ അംഗമെന്ന നിലയിൽ നമ്മളും കുടുങ്ങുമെന്ന് ഉറപ്പാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗ്രൂപ്പുകളും ചാനലുകളും ശ്രദ്ധയിൽപ്പെടുന്നവർ എത്രയും വേഗം പോലീസിനെ അറിയിക്കാനും ശ്രദ്ധിക്കണം. ഈ പറഞ്ഞവയൊക്കെയാണ് പോൺ വീഡിയോകളുമായി ബന്ധപ്പെട്ടുള്ള നിയമവശങ്ങൾ. പോൺ വീഡിയോകൾ കാണുന്നത് എത്രത്തോളം സുരക്ഷിതമാണെന്ന കാര്യത്തിൽ പലർക്കും ധാരണയുണ്ടാകില്ല. പോൺ വീഡിയോ സൈറ്റുകൾ സ്ഥിരമായി സന്ദർശിക്കുന്നവർ അതിലെ ചതിക്കുഴികൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നുമുണ്ട്. വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെ വരുന്ന പോപ്പപ്പുകളും പരസ്യങ്ങളും ശ്രദ്ധിക്കാറില്ലേ? ഇവ തുറന്നു നോക്കുമ്പോൾ ചില ഫയലുകൾ നമ്മൾ അറിയാതെ തന്നെ ഫോണിലേക്ക് സേവ് ചെയ്യപ്പെടും. കൂടുതൽ വീഡിയോകൾക്കായി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ ആപ്പുകൾ ഉപയോഗിച്ച് നമ്മുടെ ഡിവൈസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വരെ തട്ടിപ്പുകാർക്ക് കഴിയും. ഇനി പോൺ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെ സൈബർ സെല്ലിന്റെ പേരിൽ ഭയപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്നവരുമുണ്ട്. പോൺ വീഡിയോ കാണുന്നവരെ ഇന്ത്യൻ സൈബർ സെൽ അധികൃതർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം പിഴ അടയ്ക്കണമെന്ന മെസ്സേജ് കണ്ട് പിഴ അടച്ചവരുമുണ്ട്. എന്നാൽ ഇത് തട്ടിപ്പ് മാത്രമായിരുന്നു. സുരക്ഷിതമല്ലാത്ത സൈറ്റുകളിൽ നിന്ന് പോൺ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തെ ആളുകളുടെ ദൃശ്യങ്ങൾ ഫോണിലൂടെ മാൽവെയർ വഴി പകർത്തി ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ പലരുടെയും ആത്മഹത്യയിലേക്ക് വരെ നയിച്ചിട്ടുമുണ്ട്. കുറച്ചു നേരത്തെ ആനന്ദത്തിന് വേണ്ടി പോൺ സൈറ്റുകൾ സന്ദർശിക്കുന്നവരുടെ ജീവിതം എന്നേക്കുമായി താറുമാറായേക്കാം. അതുകൊണ്ട് പോൺ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അത് ഏറ്റവും സുരക്ഷിതമായി മാത്രമാണെന്ന് ഉറപ്പുവരുത്തുന്നതും നല്ലതാണ്.